അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 16. ഇന്നാണ് അഗ്നിയുടെയും ജ്വാലയുടെയും വിവാഹം. അഗ്നിയുടെ സിൽവർ കളർ കാർ അമ്പലത്തിന് മുന്നിൽ വന്നു നിന്നു. വ്യാസാണ് ഡ്രൈവ് ചെയ്യുന്നത്. അഗ്നിയുടെ മുഖത്ത് നിറഞ്ഞ സന്തോഷമാണ്. എൻ്റെ ഒരുപാട് നാളത്തെ സ്വപ്നം ഇന്ന് സാക്ഷാത്കരിക്കാൻ പോകുന്നു. അവളെ കാണാൻ അവൻ്റെ ഉള്ളം തുടികൊട്ടി. ബാക്ക് സീറ്റിൽ തന്നെ ചിത്തിരയും മോഹനും മോഹന്റെ അമ്മ വസുന്ധരയുണ്ട്. പ്രായത്തിൻ്റെതായ അവശതകളുണ്ടെങ്കിലും കൊച്ചുമോന്റെ വിവാഹം കാണാൻ ആഗ്രഹത്തോടെ വന്നതാണവർ. ചിത്തിരയുടെ അമ്മയും മറ്റുള്ളവരും അപ്പുവിൻ്റെ മറ്റു കാറുകളിലുമായിട്ടാണ് വരുന്നത്. അമ്പലത്തിന് മുന്നിൽ എത്തിയതും വ്യാസ് കാർ ഒതുക്കി. അഗ്നി അവൻ്റെ മുഖത്തേക്ക് നോക്കിയൊന്ന് ചിരിച്ചു കൊടുത്തു. അവൻ്റെ നിറഞ്ഞ ചിരിയിലേക്ക് വ്യാസ് ഒരു വേള നോക്കിയിരുന്നു പോയി. ഇങ്ങനെ ചിരിക്കുന്ന അഗ്നിയെ കണ്ടിട്ട് വർഷങ്ങളായിരിക്കുന്നു. അവന് സന്തോഷം തോന്നി. വെള്ള കസവും മുണ്ടും ഷർട്ടും ഇട്ട് അഗ്നി ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അവന്റെ കയ്യിലൊരു ബ്രേസ്ലെറ്റും കൂടെ ഒരു വാച്ചും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. വിരലിൽ ഒരു മോതിരവും ഉണ്ട്. അവന്റെ ചെറുതായി കളർ ചെയ്ത മുടി കാറ്റിൽ അവന്റെ മുഖത്തേക്ക് പാറി വീഴുന്നുണ്ടായിരുന്നു. അവൻ കൈകൊണ്ട് അതൊന്ന് ഒതുക്കിക്കൊണ്ട് ക്ഷേത്രത്തിലേക്ക് നോക്കി. അങ്ങോട്ട് നോക്കുന്തോറും ഓർമ്മകൾ പുറകിലേക്ക് സഞ്ചരിക്കുന്നത് പോലെ. എന്റെ കുഞ്ഞനെ എനിക്ക് കാണിച്ചു തന്ന കണ്ണന്റെ മുന്നിൽ വെച്ച് തന്നെ അവളുടെ കഴുത്തിൽ താലി ചാർത്താൻ പോകുന്നു. അവന്റെ മനസ്സ് സന്തോഷത്താൽ തുടികൊട്ടി. അപ്പോഴേക്കും അപ്പുവും മറ്റു ബന്ധുക്കളും അവിടേക്ക് എത്തിയിരുന്നു. ആകെ കുറച്ച് ബന്ധുക്കൾ മാത്രമേ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവർ വൈകുന്നേരം നടത്തുന്ന റിസപ്ഷന് പങ്കെടുക്കും. അപ്പു അഗ്നിയെ തന്നെ നോക്കുകയാണ്. അവന്റെ കണ്ണുകളിലെ തിളക്കം കാണുന്തോറും അപ്പുവിന്റെ മനസ്സും നിറഞ്ഞുപോയി. ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് നോക്കിയ അപ്പുവിന്റെ ചുണ്ടിൽ പുച്ഛം കലർന്നു. അവൻ പെട്ടെന്ന് അഗ്നിയുടെ കയ്യിലൊന്ന് ചുരണ്ടി. അഗ്നി എന്തായെന്ന പോലെ അവനോട് കണ്ണുകൾ കൊണ്ട് ചോദിച്ചു. അപ്പു മുന്നോട്ട് നോക്കാൻ തലകൊണ്ട് കാണിച്ചു. അഗ്നി സംശയത്തോടെ മുന്നിലേക്ക് നോക്കി. അഗ്നിയെ സ്വീകരിക്കാൻ മംഗലത്ത് തറവാട്ടിലെ എല്ലാവരും നിൽക്കുന്നുണ്ട് അവിടെ. അവന്റെ ചുണ്ടിലും ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു. പക്ഷേ കണ്ണുകൾ അപ്പോഴും പ്രിയപ്പെട്ടവൾക്കായി തിരയുന്നു. നിരാശയോടെ കണ്ണുകൾ പിൻവലിക്കുമ്പോഴും ഹൃദയം അവൾക്കായി മുറവിളി കൂട്ടുന്നു. കിച്ചു മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ അവന്റെ മുഖത്ത് അത്ര തെളിച്ചമില്ല. അഗ്നിയുടെ മുന്നിൽ താൻ ചെറുതാവുന്നത് പോലെ. എനിക്ക് സ്വന്താവേണ്ടിയിരുന്നവൾ അവൻ്റെതാവാൻ പോകുന്നു. കിച്ചു പല്ല് കടിച്ചു. അവളെ ഒരിക്കലെങ്കിലും സ്വന്താക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അവനിൽ അവളോടുള്ള ആസക്തി കൂടി. സുരഭിയുടെ കണ്ണുകൾ അഗ്നിയിലാകെ ഓടി നടന്നു. ആ വേഷത്തിൽ അവന്റെ സൗന്ദര്യം ഒന്നുകൂടി കൂടിയതുപോലെ അവൾക്ക് തോന്നി. അവന്റെ ഷർട്ടോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന വിരിഞ്ഞ നെഞ്ചിലേക്ക് അവൾ കൊതിയോടെ ഉറ്റുനോക്കി. അവളുടെ കണ്ണിൽ അവനോടുള്ള പ്രണയം നിറഞ്ഞു. അരുന്ധതി അവളുടെ ഷോൾഡറിൽ ഒന്ന് തട്ടി. അവള് പിടച്ചിലോടെ അവനിൽ നിന്ന് നോട്ടം മാറ്റി അരുന്ധതിയെ നെറ്റിച്ചൊളിച്ചു നോക്കി. നിനക്കുള്ളത് തന്നെ അവൻ എന്ന് കരുതി ഇങ്ങനെ നോക്കി നിൽക്കല്ലേ, ആളുകൾ ശ്രദ്ധിക്കുന്നു. അരുന്ധതി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞപ്പോൾ സുരഭി തലകുലുക്കി. പക്ഷേ എത്രയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും അവനിൽ തന്നെ കണ്ണുകൾ കുടുങ്ങിക്കിടക്കുന്നത് പോലെ. എൻ്റെ സ്വന്താവേണ്ടവൻ ഇന്നു മുതൽ അവൾക്ക്, ആ ജ്വാലയ്ക്ക് സ്വന്തം. അവളുടെ പല്ലുകൾ മുറുകി. അഗ്നി അവർക്ക് മുന്നിൽ ചിരിയോടെ വന്നു നിന്നു. കിച്ചു വരുത്തിക്കൂട്ടിയ ചിരിയോടെ അവന് നേരെ ഷെയ്ക്ക് ഹാൻഡിനായി കൈ നീട്ടി. അഗ്നി പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ കയ്യിലേക്ക് കൈ ചേർത്ത് വെച്ചു. മുഹൂർത്താവാറായി അഗ്നി, അകത്തേക്ക് വരൂ, രാജൻ നിറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞു. അവൻ അവളുടെ കഴുത്തിൽ താലി ചാർത്തിയിട്ട് വേണം ഈ സ്വത്തുക്കൾ ജ്വാലയെന്ന് എഴുതി വാങ്ങിക്കാൻ. അതിനുള്ള ആർത്തിയിലായിരുന്നു എല്ലാവരും. പക്ഷേ പെട്ടെന്നുള്ള രാജന്റെ അഗ്നി എന്ന വിളിയിൽ അഗ്നിയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ഇന്നലെ വരെ സാറെന്ന് വിളിച്ചവനാ. ഓ, ഇപ്പൊ ഒരു കുടുംബാവാൻ പോവല്ലേ, അതായിരിക്കും. അവൻ പുച്ഛത്തോടെ ചിന്തിച്ചുകൊണ്ട് അയാളെ നോക്കി ചിരിച്ച് അകത്തേക്ക് കയറി. അഗ്നിക്കൊപ്പം തന്നെ അവന്റെ വലതുവശത്തായി അപ്പുവും ഇടതുവശത്തായി വ്യാസുമുണ്ട്. അപ്പുവിനെ കണ്ട് എല്ലാവരുടെയും നെറ്റി ചുളിഞ്ഞിട്ടുണ്ട്. ഇതാരാ അഗ്നി? അഗ്നിയെ മണ്ഡപത്തിലേക്ക് കയറ്റുന്നതിന് മുന്നേ കിച്ചു ചോദിച്ചു. കാണാൻ ഏറെക്കുറെ അഗ്നിയെ പോലെ തന്നെയാ, എവിടെയോ വെച്ച് കണ്ടിട്ടുമുണ്ട്. അവൻ ചിന്തിച്ചു. അഗ്നി പുഞ്ചിരിച്ചുകൊണ്ട് അപ്പുവിനെ നോക്കി. പറഞ്ഞു കൊടുക്കടാ, അഗ്നി അപ്പുവിനെ നോക്കി പറഞ്ഞു. കിച്ചുവിന്റെ നോട്ടം അപ്പുവിലേക്ക് പോയി. ഹായ് ചരൺ, ആം ആരവ് ദേവ്. അവൻ നിറഞ്ഞ ചിരിയോടെ കിച്ചുവിനോട് പറഞ്ഞു. ആരവ് ദേവ്, അത് അഗ്നിയുടെ ബ്രദറാണോ അപ്പോ? കിച്ചു അത്ഭുതത്തോടെ ചോദിച്ചു. അതെ, അവൻ ചിരിയോടെ പറഞ്ഞു. ഓ സോറി, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അഗ്നിക്ക് ഇങ്ങനൊരു ബ്രദറുള്ള കാര്യം. ആരും പറഞ്ഞതുമില്ല, കിച്ചു പറഞ്ഞു. ആരും ചോദിച്ചില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. പിന്നെ ഒന്നോർത്താ ഇപ്പൊ അറിഞ്ഞത് തന്നെയല്ലേ നല്ലത്, ഒരു സർപ്രൈസ് ആയില്ലേ? അവൻ ചിരിയോടെ ചോദിച്ചു. ആ, കിച്ചു വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ആരവ് ഇവിടെ അമ്പലത്തിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ എപ്പോഴോ കണ്ടതുപോലെ തൻ്റെ മുഖം. കിച്ചു സംശയത്തോടെ ചോദിച്ചു. ആ, വന്നിട്ടുണ്ട്, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അവന്റെ ശബ്ദത്തിൽ താല്പര്യമില്ലായ്മ കലർന്നു. അത് കിച്ചുവിനും മനസ്സിലായി. അതുകൊണ്ട് തന്നെ പിന്നീട് അവൻ ഒന്നും ചോദിച്ചില്ല.
പക്ഷേ അംബികയുടെ മരുന്ധതിയുടെയും കണ്ണുകൾ അപ്പോഴേക്കും അപ്പുവിൽ പതിച്ചിരുന്നു. അഗ്നിയുടെ വീട് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും അവൻ നല്ല പണക്കാരനാണെന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നു. അരുന്ധതി സൗപർണികയെ ഒന്ന് നോക്കി. അവൾ അവളുടെ ഫ്രണ്ട്സിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അരുന്ധതിയുടെ കണ്ണുകൾ വിടർന്നുപോയി. അഗ്നിയെ സുരഭിക്ക് നേടിക്കൊടുക്കുമ്പോൾ ആരവിനെ സൗപർണികയ്ക്ക് നേടിക്കൊടുക്കണമെന്ന് അവർ മനസ്സിൽ ഗൂഢമായ പുഞ്ചിരിയോടെ ചിന്തിച്ചു. അംബികയുടെ കണ്ണുകൾ അപ്പോഴും ചുറ്റും പൊന്നൂനെ തെരഞ്ഞു. അവളെ ആരവിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്താൻ, അവനോട് സംസാരിപ്പിക്കാൻ, അവളെ കൊണ്ട് അവനെ പ്രണയിപ്പിക്കാൻ. ഒരു നിമിഷം കൊണ്ട് 1000 മനക്കോട്ട കെട്ടിക്കഴിഞ്ഞിരുന്നു അംബിക. അഗ്നി ജ്വാലയെ കാണാനുള്ള ആകാംക്ഷയിൽ ഇരിക്കുകയാണ്. ആ ഏട്ടാ, ദേ വരുന്നു. അപ്പുവിന്റെ ശബ്ദം കേട്ടതും അഗ്നി അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവൻ ചിരിയോടെ മുന്നിലേക്ക് വിരൽ ചൂണ്ടി. അഗ്നിയുടെ നോട്ടം മുന്നോട്ടേക്ക് പോയി. ഒരു നിമിഷം ശ്വാസം നിലച്ചതുപോലെ ഇരുന്നുപോയി അഗ്നി. സർവാഭരണ വിഭൂഷിതയായി തനിക്കരികിലേക്ക് നടന്നു വരുന്ന തന്റെ പെണ്ണിനെ കണ്ട് അവൻ സ്വയം അറിയാതെ നെഞ്ചിൽ കൈവച്ചുപോയി. അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു ജ്വാലയെ ആ വേഷത്തിൽ കാണാൻ. ചുവന്ന നിറത്തിലുള്ള പട്ടുസാരിയാണ് അവളുടെ വേഷം. ആ നിറത്തിൽ അവളുടെ സൗന്ദര്യം ഒന്നുകൂടി കത്തി ജ്വലിക്കുന്നത് പോലെ തോന്നി അവന്. നല്ല ഭംഗിയിൽ ഒരുക്കിയിട്ടുണ്ട് ജ്വാലയെ. അവന് അവളൊരു പ്രിൻസസിനെ പോലെ തോന്നിച്ചു. ജ്വാലയുടെ ശരീരം ആകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഉള്ളിൽ പേടിയോടെ അലറിക്കരഞ്ഞുകൊണ്ട് അവൾ പുറമെ ഒരു ഭാവവുമില്ലാതെ അവനു മുന്നിൽ വന്നു നിന്നു. അപ്പോഴും അവൾ അവനെ തലയുയർത്തി നോക്കിയില്ല. അഗ്നിയുടെ മുഖം മങ്ങിപ്പോയി. ഏറെ കാത്തിരുന്ന മുഹൂർത്തം. പക്ഷെ ഇപ്പോ അവളുടെ എല്ലാം തകർന്നവളെ പോലുള്ള നിൽപ്പ് കണ്ട് അവന്റെ മുഖം വാടിപ്പോയി. അത് മനസ്സിലായെന്ന പോലെ ചിത്തിര അവന്റെ തോളിൽ ഒന്നു തട്ടി. അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി. നിനക്ക് അവളെ അറിയൂ കണ്ണാ. അവൾക്ക് നിന്നെ അറിയില്ല. നീ എന്താന്നറിയില്ല. അതുകൊണ്ട് ഈ ഒരു ഭാവം മാത്രം അവളിൽ നിന്ന് ഇപ്പൊ പ്രതീക്ഷിച്ചാൽ മതി. അവർ വാത്സല്യത്തോടെ അവനോട് പറഞ്ഞു. അഗ്നി ഒന്ന് മൂളിക്കൊണ്ട് തലകുലുക്കി. അവൾ അവനരികിൽ വന്നിരുന്നു. അപ്പു അവളെ തന്നെ നോക്കി നിന്നു. സാരി ചുറ്റിയിട്ടും അവളിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും അവന് തോന്നിയില്ല. ഒരു കൊച്ചുപെണ്ണ്. പക്ഷെ അവളെ കാണാൻ ഒരു ബാർബി ഡോളിനെ പോലെ തോന്നി അപ്പുവിന്. അതുവരെ എല്ലാവരോടും സംസാരിച്ചുകൊണ്ട് നിന്ന അപ്പു പിന്നീട് ആരോടും ഒന്നും മിണ്ടിയില്ല. തല താഴ്ത്തിയിരിക്കുന്നവൾ തല ഉയർത്തി തന്നെ നോക്കുന്ന നിമിഷത്തിനായി അപ്പുവും കാത്തുനിന്നു. മന്ത്രോച്ചാരണങ്ങൾ കേട്ടുകൊണ്ട് അവന്റെ വാമഭാഗത്തിരിക്കുമ്പോഴും ജ്വാലയുടെ ശരീരം കിടുകിടെ വിറച്ചുകൊണ്ടിരുന്നു. അവളെ നോക്കി നിന്ന പൊന്നൂന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഇനിയും എന്തൊക്കെയാ ഈ പാവം പെണ്ണ് അനുഭവിക്കാനുള്ളത് എൻ്റെ കണ്ണ? അറിയില്ല. പക്ഷെ ഇന്നോളം അവൾക്ക് വേദനകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനിയെങ്കിലും എൻ്റെ ജ്വാലയ്ക്ക് സന്തോഷം കൊടുത്തൂടെ? എന്തിനാ അവളോടിങ്ങനെ? ആരുമില്ല അവൾക്ക്. നോക്കിക്കോണേ. പൊന്നു ആത്മാർത്ഥമായി ശ്രീകോവിലിനകത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചുപോയി. ജീവനില്ലാത്തതുപോലെ മുഖത്തൊരു വികാരവും ഇല്ലാതെ ഇരിക്കുന്ന അവളെ നോക്കുന്തോറും കണ്ണുകൾ വീണ്ടും തന്നെ തോൽപ്പിക്കുന്നു. നിറഞ്ഞ കണ്ണുകൾ തുടച്ചു നീക്കി അവൾ നേരെ നോക്കിയത് തന്നെ സംശയത്തോടെ നോക്കുന്ന അപ്പൂനെയാണ്. അപ്പൂനെ കണ്ട് ഒരു നിമിഷം അവളും ഒന്ന് നോക്കിപ്പോയി. അവളുടെ നെറ്റി ചുളിഞ്ഞു. അഗ്നിക്ക് അമ്മയുടെ മുഖമാണ്. പക്ഷെ ആ മുഖത്തെ ഗൗരവം അവന്റെ അച്ഛൻ്റെതും. അമ്മയുടെ അത്ര നിറമില്ല രണ്ടു മക്കൾക്കും. എങ്കിലും ആരും നോക്കി നിന്നു പോകുന്ന ഒരു സൗന്ദര്യമുണ്ട് താനും. അപ്പു പാതി അച്ഛനും പാതി അമ്മയുമാണ്. മുഖവും ചിരിയും അമ്മയുടേതാണ്, കണ്ണുകൾ അച്ഛൻ്റെയും. സംശയത്തോടെ പൊന്നൂന്റെ കണ്ണുകൾ വീണ്ടും അഗ്നിയിലേക്ക് ഒരു വേള നീളവേ അവൾക്ക് മനസ്സിലായി അത് അവന്റെ അനിയനാണെന്ന്. എവിടെയൊക്കെയോ ഒരു സാമ്യമുണ്ട് രണ്ടാളും തമ്മിൽ. എങ്കിലും ഒരു സംശയം. അവൾ എന്തായെന്ന പോലെ അപ്പൂനെ നോക്കി. നീ ആ ചരണിന്റെ അനിയത്തിയല്ലേ? അവളുടെ അടുത്തേക്ക് അല്പം നീങ്ങി നിന്നുകൊണ്ട് അവൻ സംശയത്തോടെ ചോദിച്ചു. അതെ, എന്നെ എങ്ങനെ അറിയാ? അവൾ അതേ സംശയത്തോടെ തന്നെ ചോദിച്ചു. അറിയാ. അവന്റെ ശബ്ദത്തിൽ പെട്ടെന്ന് ഗൗരവം കലർന്നു. ചുണ്ടിൽ ഒരു പുച്ഛവും. പക്ഷെ എന്തിനെന്ന് മാത്രം അവൾക്ക് മനസ്സിലായില്ല. അവൻ അവളെ നോക്കി കണ്ണുരുട്ടി. അത് കണ്ട് അവളുടെ ചുണ്ടുകളും ഒന്ന് കൂർത്തുപോയി. എന്താ? അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. ആരെ കാണിക്കാനാ നീ കരഞ്ഞു കാണിക്കുന്നേ? ആ പെണ്ണിനെ പറ്റിക്കാനാണോ? അവൻ പുച്ഛത്തോടെ ചോദിച്ചു. പൊന്നു ഞെട്ടലോടെ അവനെ നോക്കി. എന്താടി ഇങ്ങനെ നോക്കുന്നേ? അവന്റെ അല്ലേ പെങ്ങള്. അപ്പോ ഇതല്ല, ഇതിനപ്പുറം നാടകം കാണിച്ചെന്നിരിക്കും. അവൻ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞതും പൊന്നൂന്റെ കണ്ണുകൾ നിറഞ്ഞു. ഒപ്പം ദേഷ്യവും. അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു. താൻ ആരെതൊക്കെ പറയാൻ? ഞാൻ നാടകം ഡപ്പാങ്കുത്തം ചെയ്യും. അതിന് തനിക്കെന്താ? അവൾ ചുണ്ടുകൊട്ടി. അപ്പൂന് അവളുടെ സംസാരം കേട്ട് കലി കയറിയെങ്കിലും അവൻ കൈ ചുരുട്ടിപ്പിടിച്ച് ദേഷ്യം കൺട്രോൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് നോക്കി നിന്നു. അത് കണ്ട് അവൾ അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അല്പം നീങ്ങി നിന്നു. അഗ്നി ഈ നേരം അത്രയും ജ്വാലയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും അവളുടെ നോട്ടം അവനെ തേടി വന്നില്ല. അവന് ശരിക്കും സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. തെറ്റാണ് അവളോട് ചെയ്യുന്നതെന്ന് അറിയാം. പക്ഷെ ഇതല്ലാതെ മറ്റൊരു മാർഗം എൻ്റെ കയ്യിലില്ലാത്തോണ്ടല്ലേ. അവന്റെ മുഖം സങ്കടം കൊണ്ടെന്ന പോൽ ഒന്ന് ചുവന്നു. ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൻ മുന്നിലേക്ക് നോക്കി. അതേ നിമിഷം തന്നെ അപ്പു അവന് രണ്ട് കണ്ണും ചിമ്മി കാണിച്ചു. ഒന്നുമില്ല എന്ന പോലെ.
അത് കണ്ട് അഗ്നിയുടെ മുഖം ഒന്ന് തെളിഞ്ഞു. വ്യാസ് ഒരു പുഞ്ചിരിയോടെ അപ്പുവിനടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. പൂജാരി നീട്ടിയ താലി അഗ്നി കയ്യിൽ വാങ്ങിക്കൊണ്ട് അടുത്ത് നിൽക്കുന്ന അച്ഛനെയും അമ്മയും നോക്കി. അവർ നിറഞ്ഞ ചിരിയോടെ അവന് അനുവാദം നൽകി. കെട്ടിമേളം കേട്ടതും ജ്വാല ഒന്ന് ഞെട്ടിപ്പോയി. അവൾ മുഖമുയർത്തി. അവളുടെ നോട്ടം അവന്റെ കയ്യിലിരിക്കുന്ന താലിമാലയിലേക്ക് പോയി. ശരീരം ഒന്നാകെ വിറയ്ക്കുന്നത് അവൾ അറിഞ്ഞു. കണ്ണുകൾ നിറയുന്നു. അച്ഛനും അമ്മയും എന്റെ മുന്നിൽ പുഞ്ചിരിയോടെ വന്ന് നിൽക്കുന്നത് പോലെ. തൊണ്ടക്കുഴിയിൽ സങ്കടം വിങ്ങുന്നു. അഗ്നി താലിമാല അവളുടെ കഴുത്തിനരികിലേക്ക് കൊണ്ടുവന്നു. അവൾ പേടിയോടെ പെട്ടെന്ന് തല താഴ്ത്തി. കുഞ്ഞാ. ചെവിക്കരികിൽ വന്ന് അവൻ ആർദ്രമായി അവളെ വിളിച്ചു. ജ്വാല ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. അവൾ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കി. ഉള്ളം എന്തുകൊണ്ടോ ശാന്തമാകുന്നു. ഉള്ളിലെ സമ്മർദ്ദത്തിന് അയവ് വന്നിരിക്കുന്നു. അവൾ അവന്റെ കണ്ണിൽ തന്നെ കുരുങ്ങിപ്പോയി. അവന്റെ ചുണ്ടുകൾ ഇത്തവണ പൂർണ്ണമായും വിടരുന്നതിനോടൊപ്പം അവന്റെ കൈകൾ അവളുടെ കഴുത്തിലൂടെ ചുറ്റി അഗ്നിദേവ് എന്ന് പേരുകുത്തിയ താലിമാല അവളുടെ കഴുത്തിലേക്ക് ചേർത്ത് മുറുക്കി. ജ്വാലയുടെ കണ്ണുകൾ സ്വയം അടഞ്ഞുപോയി. ദീർഘസുമംഗലിയായിരിക്കാൻ അറിയാതെ പ്രാർത്ഥിച്ചു പോകുന്നു. നേരത്തെ നിറഞ്ഞുപോയ കണ്ണുകൾ അടഞ്ഞപ്പോൾ കണ്ണുനീർ താഴേക്ക് പതിച്ചു. സീമന്തരേഖയിൽ അവന്റെ കൈയാൽ ചുവപ്പ് പടർന്നപ്പോൾ അവളുടെ ഉള്ളിൽ ഒരു തണുപ്പ് പടർന്നു. ജ്വാല പതിയെ കണ്ണുകൾ തുറന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി. അഗ്നിയുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. അവൾ അതിലേക്ക് തന്നെ ഉറ്റുനോക്കി. അതേ നിമിഷം അവൻ അവളുടെ മുഖം രണ്ട് കൈകൊണ്ടും കോരിയെടുത്തു. ജ്വാല അപ്പോഴും അവനിൽ നിന്നും നോട്ടം മാറ്റിയില്ല. അവൻ അവളുടെ മുഖത്തേക്ക് താഴ്ന്നു വന്നു. അവന്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിലമർന്നു. അവൾ വിറച്ചുപോയി. ചുംബനത്തിന്റെ ചൂടിനു പുറമെ നെറ്റിയിലൂടെ അവന്റെ ചുടു കണ്ണുനീർ അവളുടെ മുഖത്ത് പതിച്ചതും അവൾ പൊള്ളിപ്പിടഞ്ഞുകൊണ്ട് അവനിൽ നിന്നും മുഖം മാറ്റി. അവൻ അവളുടെ കവിളിൽ നിന്നും കൈയെടുത്ത് അവളുടെ മുഖത്തേക്ക് നോക്കി സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. ജ്വാലയ്ക്ക് താൻ കണ്ട സ്വപ്നം ആ നിമിഷം വീണ്ടും ഓർമ്മ വന്നു. സ്വപ്നത്തിൽ ഞാൻ കണ്ട അതേ ആള് തന്നെയാ ഇപ്പോ ഈ താലിയുടെ അവകാശി. സന്തോഷം തോന്നുന്നുണ്ടോ ജ്വാല? അവളുടെ മനസ്സ് അവളോട് തന്നെ ചോദിച്ചു. അറിയില്ല, പക്ഷെ മനസ്സിപ്പോ നിർവികാരല്ല. എന്തോ ഒരു തണുപ്പ് ശരീരമാകെ പടരുന്നത് പോലെ. അവൾ ഉത്തരം കൊടുത്തു. അപ്പോഴും നോട്ടം അവനിൽ തന്നെ ആയിരുന്നു. അഗ്നി അവളെ നോക്കി കുറുമ്പോടെ കണ്ണിറുക്കി. ജ്വാലയുടെ കണ്ണുമിഴിഞ്ഞു. അവള് വെപ്രാളത്തോടെ പെട്ടെന്ന് മുഖം താഴ്ത്തി. അഗ്നി ചുണ്ട് കടിച്ചു പിടിച്ചൊന്ന് ചിരിച്ചു. തന്റെ മകന്റെ സന്തോഷം കണ്ട ചിത്തിരയുടെയും മോഹന്റെയും കണ്ണുകളും സന്തോഷത്താൽ ഒന്ന് നിറഞ്ഞുപോയി. എന്നാൽ ഈ നേരം അത്രയും അവരെ തന്നെ നോക്കി നിന്ന കിച്ചുവിന്റെ സുരഭിയുടെയും മുഖം വലിഞ്ഞു മുറുകി. എന്തിനാ അവന്റെ കണ്ണ് നിറഞ്ഞ്? എന്തുകൊണ്ട് അവന്റെ കണ്ണുകൾക്ക് ഇന്ന് ഇത്ര തെളിച്ചം? ആ മുഖത്ത് നിറഞ്ഞ സന്തോഷ. കിച്ചുവിനാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. എന്താ ഇതിന്റെ എല്ലാം അർത്ഥം? അവന്റെ പല്ലുകൾ മുറുകി. സുരഭിയും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അവൻ അവളെ ചുംബിച്ചത് വീണ്ടും വീണ്ടും മനസ്സിലേക്ക് കടന്നു വരുന്നു. അവിടേക്ക് ചാടിക്കയറി ജ്വാലയുടെ താലി വലിച്ചു പൊട്ടിച്ചെറിഞ്ഞ് അഗ്നിയേട്ടൻ എന്റേതാണെന്ന് പറയാൻ തോന്നിപ്പോയി അവൾക്ക്. ദേഷ്യം കൊണ്ട് ആകെ ചുവന്നുപോയി സുരഭി. അത് മനസ്സിലായ പോലെ അരുന്ധതി അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. തറപ്പിച്ചൊരു നോട്ടമായിരുന്നു അതിന് അവളുടെ മറുപടി. അരുന്ധതി അപ്പോൾ തന്നെ അവളിൽ നിന്നും അകന്നു നിന്നു. കേശവനും രാജനും അപ്പോഴും അഗ്നിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അന്ന് വീട്ടിൽ വന്നപ്പോഴുള്ള ഭാവമല്ല അവന്റെ മുഖത്ത് ഇപ്പോൾ ഉള്ളത്. അത്രമേൽ ആഗ്രഹിച്ച് എന്തോന്ന് സ്വന്തമായ സന്തോഷം അവന്റെ മുഖത്ത് എടുത്തു കാണാം. എന്തുകൊണ്ട്? എല്ലാവരിലും സംശയമായിരുന്നു. അപ്പോഴേക്കും ജ്വാലയും അഗ്നിയും അവിടെ നിന്നും എഴുന്നേറ്റ് നിന്നു. അവൾ കയ്യിലുള്ള പൂമാലയിലേക്ക് ഒന്ന് നോക്കി. അവന്റെ കഴുത്തിലേക്ക് അത് ചാർത്തി കൊടുക്കണം. പക്ഷേ ആ മുഖത്തേക്കൊന്നും നോക്കാൻ കഴിയുന്നില്ല. എങ്കിലും അവൾ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവൻ ചിരിയോടെ അവൾക്ക് നേരെ തലതാഴ്ത്തി പിടിച്ചു. അവൾ ആ മാല അവന്റെ കഴുത്തിലേക്ക് അണിയിച്ചു. അവനും അവളുടെ കഴുത്തിലേക്ക് മാല അണിയിക്കുന്നതിനോടൊപ്പം അവളുടെ ചെവിയിലേക്ക് ഒന്ന് ചുണ്ടടുപ്പിച്ചു. ജ്വാല വിയർത്തുപോയി. യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ ടുഡേ, ലൈക്ക് എ പ്രിൻസസ്, മൈ പ്രിൻസസ്. ആർദ്രമായ അവന്റെ സ്വരത്തിൽ അവളുടെ ചുടികളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞുവോ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. ജ്വാല അവനിൽ നിന്നും കണ്ണു മാറ്റി. ഇതാ മോനെ, ഇത് മോളുടെ വിരലിലിട്ട് കൊടുക്ക്. ചിത്തിര കയ്യിലുള്ള ബോക്സ് തുറന്ന് ഒരു മോതിരം കയ്യിലെടുത്തു. ജ്വാല സംശയത്തോടെ അതിലേക്ക് നോക്കി. അവന്റെ പേരുകൊത്തിയ മോതിരമായിരുന്നു അത്. അവൻ പുഞ്ചിരിയോടെ അത് വാങ്ങി അവളുടെ കയ്യിൽ പിടിച്ചു. ജ്വാല വിറയലോടെ അവനെ നോക്കി. അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ അവളുടെ നീണ്ട ഭംഗിയുള്ള വിരലിലേക്ക് അവന്റെ പേരാലുള്ള മോതിരം അണിയിച്ചു കൊടുത്തു. ജ്വാല കയ്യിലേക്കും അവന്റെ മുഖത്തേക്കും നോക്കിയ അതേസമയം അവന്റെ ചുണ്ടുകൾ അവളുടെ കൈ പിടിച്ചുയർത്തി ആ മോതിരത്തിൽ അമർത്തി ചുംബിച്ചിരുന്നു. ജ്വാല പിടച്ചിലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അവൻ കുസൃതി ചിരിയോടെ അവളുടെ കയ്യിൽ നിന്നും പിടിവിട്ടു. ഇനി മോളിട്ട് കൊടുക്ക്, ചിത്തിര പറഞ്ഞു. അവൾ അവരുടെ കയ്യിലുള്ള മോതിരത്തിലേക്ക് നോക്കി. ജ്വാല,
അതിൽ ഭംഗിയിൽ എഴുതിയിരിക്കുന്നു. അവൻ നിറഞ്ഞ ചിരിയോടെ അവൾക്ക് നേരെ കൈയുയർത്തി കാണിച്ചു കൊടുത്തു. അവൾ വിറയ്ക്കുന്ന കൈകളോടെ അവന്റെ വിരലിൽ പോലും ഒന്ന് സ്പർശിക്കാതെ ആ മോതിരം അവന്റെ വിരലിലേക്കും അണിയിച്ചു കൊടുത്തു. എനിക്ക് അയത്തൊന്നുമില്ലാട്ടോ, ഒന്ന് തൊടുകയൊക്കെ ചെയ്യാം, കുറുമ്പോടെ അവൻ പറഞ്ഞു. അവള് മറുപടി പറയാതെ അവനെ വെറുതെ ഒന്ന് നോക്കിയതേയുള്ളൂ. അഗ്നിയോട് ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കാൻ നേരം ജ്വാലയ്ക്ക് ആകെ വല്ലായ്മ തോന്നി. അവളുടെ അവസ്ഥ അവനും മനസ്സിലാവുന്നുണ്ടായിരുന്നു. 2-3 ഫോട്ടോസ് എടുത്തതും അവൻ തന്നെ ഫോട്ടോഗ്രാഫേഴ്സിനോട് മതിയെന്ന് പറഞ്ഞു. അവർ സമ്മതത്തോടെ തലകുലുക്കിയെങ്കിലും കാൻഡിഡ് ഫോട്ടോസ് എടുത്ത് കൂട്ടുന്നുണ്ടായിരുന്നു. ജ്വാല കണ്ണുകൾ കൊണ്ട് ചുറ്റും പൊന്നൂനെ തെരഞ്ഞു. എവിടെ പോയി? ഇത്രയും നേരം മുന്നിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. അവൾക്ക് സങ്കടം തോന്നി. പെട്ടെന്ന് പൊന്നു ഒരു പെൺകുട്ടിയുടെ മറവിൽ നിന്ന് മുന്നിലേക്ക് വന്ന് ജ്വാലയെ നോക്കി പുഞ്ചിരിച്ചു. ജ്വാലയുടെ മുഖത്ത് ആശ്വാസം നിഴലിച്ചു. പൊന്നുവിന്റെ കണ്ണുകൾ അഗ്നിയിലേക്ക് പോയി. അവൻ എങ്ങനെയുള്ളവനാണെന്ന് അറിയില്ലെങ്കിലും ഇത്രയും നേരം അവിടെ നടന്ന ഓരോ കാര്യങ്ങളും അവൾ അത്രത്തോളം ശ്രദ്ധിച്ചിരുന്നു. അവന്റെ മുഖത്തെ സന്തോഷം ഇപ്പോഴും കാണാനുണ്ട്. ഇത്രയും നേരം തന്നിലുണ്ടായിരുന്ന ഭയം ഒന്ന് കുറഞ്ഞതുപോലെ പൊന്നൂന് തോന്നി. അവൾ ജ്വാലയെ നോക്കി കണ്ണു ചിമ്മി. അത് കണ്ടതും ജ്വാല ഒന്ന് പുഞ്ചിരിച്ചു. കിച്ചു അവളുടെ ഒരു നോട്ടത്തിനായി അക്ഷമനായി കാത്തുനിന്നു. പക്ഷെ ഒരിക്കൽ പോലും അവളുടെ കണ്ണുകൾ അവനെ തേടി ചെന്നില്ല. അവനിൽ നിരാശ പടർന്നു. സൗപർണിക അപ്പോഴും ജ്വാലയെ അസൂയോടെ നോക്കി നിൽക്കുകയാണ്. വീട്ടിൽ ഒരു സന്തോഷവും ലഭിക്കാത്തവൾക്ക് ഇനി അങ്ങോട്ടുള്ള ജീവിതവും അങ്ങനെ തന്നെ ആവണേയെന്ന് അവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുപോയി. ഏട്ടത്തി ആരെയും നോക്കുന്നേ? അടുത്തു നിന്നും പരിചിതമായൊരു സ്വരം. ഞെട്ടലോടെ ജ്വാല അവന്റെ മുഖത്തേക്ക് നോക്കി. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവളിൽ പകപ്പ് നിറഞ്ഞു. ആരവേട്ടൻ? അവളുടെ ചുണ്ടുകൾ വിറയലോടെ മുഴിഞ്ഞു. ആരവ് കുസൃതിയോടെ അവളെ നോക്കി കണ്ണിറുക്കി. അത് കണ്ട് അഗ്നിയിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. തുടരും.